ഇരിഞ്ഞാലക്കുട രൂപത വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലുമുണ്ടായ പ്രളയത്തെ, ദുരന്തത്തെ ശങ്കിലേറ്റിയതിൻ്റെ ഭാഗമായിട്ടാണ് 141 ഇടവകകളും 17 കുരിശുപള്ളികളും വിവിധ കോൺഗ്രിഗേഷൻ, വിവിധ സഭാസമൂഹങ്ങൾ, അൽമായ സഹോദരങ്ങൾ ഏവരും കൈകോർത്തപ്പോൾ 1,20,00,000 രൂപ സമാഹരിക്കുകയുണ്ടായി. അതിൽ നിന്ന് 1 കോടി രൂപ KCBCയുടെ പുനരധിവാസ പാക്കേജിലേക്ക് നൽകുകയും 20 ലക്ഷം രൂപ ബ്ലെസ്സേ ഹോം വഴി പുനരധിവസിപ്പിക്കപ്പെടുന്ന ഭവനങ്ങൾക്ക് എല്ലാ മാസവും സഹായം നൽകാനുള്ള ഒരു പദ്ധതിയായി അത് നൽകുകയായിരുന്നു. ഈ അവസരത്തിൽ സഹകരിച്ച ഇരിഞ്ഞാലക്കുട രൂപതയിലെ എല്ലാ വികാരി അച്ഛന്മാരോടും ഇടവകകളോടും വ്യക്തികളോടും സഭാസമൂഹങ്ങളോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇരിഞ്ഞാലക്കുട രൂപത സുവർണ ജൂബിലിയിലേക്ക് പ്രവേശിക്കുന്ന ഈ അവസരത്തിൽ സുവർണ ജൂബിലിയുടെ ഭാഗമായി നടപ്പിൽ വരുത്താൻ ആഗ്രഹിക്കുന്ന സുവർണ ഗേഹ പദ്ധതി 50 വീടുകൾ ഈ 3 വർഷം കൊണ്ട് നിർമ്മിച്ചു നൽകാനാണ് ഇരിഞ്ഞാലക്കുട രൂപത ആഗ്രഹിക്കുക. അതിൻ്റെ 10 വീടുകളുടെ നിർമ്മാണോദ്ഘാടനം അത് ഈ വർഷം നടത്തപ്പെടുന്നു. ചാലക്കുടി, ഇരിഞ്ഞാലക്കുട, മാള മേഖലയിലെ ഫൊറോന വികാരിമാരായ വർഗീസ് പാത്താടനച്ചൻ, റവറൻഡ് ഡോക്ടർ ലാസർ കുറ്റിക്കാടനച്ചൻ, ജോർജ് പാറേമനച്ചൻ 3 മേഖലകളിൽ നിന്നുള്ള ഫൊറോന വികാരിമാരുടെ നേതൃത്വത്തിൽ സോഷ്യൽ ആക്ഷനുമായി സഹകരിച്ചുകൊണ്ട് ഈ പദ്ധതിക്ക് അതിനും തുടക്കം കുറിക്കുകയായിരുന്നു ഇന്നേ ദിവസം. രൂപതയുടെ സ്ഥാപക ദിനത്തിൻ്റെ 47ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഈ 2 വലിയ പ്രോജക്റ്റുകൾക്ക് തുടക്കം കുറിക്കാനായതിൽ പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. ഏവർക്കും നന്ദി.